ഇത് സ്ലൈഡിങ് ഗേറ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളും വലിയ ലെങ്ത്തൊന്നും ഇല്ല. നമ്മൾ ഗേറ്റ് ഏകദേശം 2.5 ഫ്രെയിമാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത് 3 പാർട്ടായിട്ട് 1.25 വരുന്നത് കുത്തനെയും വീതിക്കും. അപ്പോൾ ഗേറ്റ് സെറ്റാക്കുന്നത് നമ്മൾ ഒരുപാടൊന്നും പിടിച്ചിട്ടില്ല. അതുപോലെ അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളുമാണ് കുറച്ച് ലെങ്തായിട്ട് പിടിച്ചിട്ടുള്ളത്. ഗേറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീലും കാര്യങ്ങളും വെക്കുന്നതൊന്നും കാര്യമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഒന്നാമത് ചെറിയ അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സൈറ്റിലേക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഗ്യാപ്പിലെടുത്താണ്. ഇതതിൻ്റെ വീല് കാര്യങ്ങളാണ്. ഓടാമ്പൽ ടോപ്പിൽ വരുന്ന വീല്, അടിയിൽ വരുന്ന വീലുമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിലേക്ക് വരുന്ന ഗ്യാപ്പിൽ മാത്രമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗേറ്റ് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. സൈഡിലേക്ക് വരുന്ന ഭാഗം ഒരു 2 അടി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരെ ഫിറ്റിങ്ങിന് പോയിട്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ട് സൈറ്റിൽ നിന്ന് വീഡിയോ എടുത്ത് കാണിക്കും. അതും നമ്മൾ ഗേറ്റ് റെഡിയാക്കിയിട്ടുണ്ട്, സൈറ്റിലെത്തിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്താണ് ഗേറ്റ് ഫിറ്റാക്കാനുള്ളത്. ഇതിൻ്റെ പുറത്ത് ഫിറ്റാക്കാനാണ് ആദ്യം കസ്റ്റമർ പറഞ്ഞത്. നമ്മൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഉള്ളിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ വാട്ടർ ലെവലും കാര്യങ്ങളും വെച്ചിട്ട് ടോപ്പ് ഭാഗം സെറ്റാക്കി. ടോപ്പിൽ ഓരോ പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ ലെവലിൽ നിന്ന് താഴോട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇതിൻ്റെ ആംഗ്ലർ കാര്യങ്ങൾ നിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോപ്പിൽ നിന്ന് താഴോട്ടാണ് അതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കുറച്ചൊരു ഹൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ളിലേക്ക് ആകാതിരിക്കാൻ വേണ്ടി കുറച്ചൊരു ലെവൽ ഇത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. മുകളിലത്തെ ഹൈറ്റിലൊരു ചരട് കാര്യങ്ങൾ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് മേലത്തെ അതേ ലെവൽ നോക്കിയിട്ട് മെഷർമെൻ്റ് എടുത്തതിന് ശേഷമാണ് താഴോട്ടുള്ള റെയിൽ കാര്യങ്ങൾ സെറ്റാക്കുന്നത്. റെയിൽ നമ്മൾ കമ്പി അടിച്ചിട്ടാണ് അതിൽ നിലവിൽ സെറ്റാക്കുന്നത്. അതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഗേറ്റ് ആംഗ്ലർ അടിച്ചതിന് ശേഷം സൈഡിൽ ആദ്യം ഒരു 3.5 അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ഗേറ്റ് സെറ്റാക്കി നോക്കിയിട്ടുണ്ട്. അതുപോലെ ഗേറ്റ് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി 1.5 സ്ക്വയർ വെച്ചിട്ട് ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ എല്ലായിടത്തും കാണുന്നൊരു പ്രശ്നമാണ് ഗേറ്റുകളൊക്കെ മറിഞ്ഞ് വീഴുന്ന, ആൾക്കാരുടെ ദേഹത്തേക്കൊക്കെ വീഴുന്നത്. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമ്മൾ പരമാവധി 2 സപ്പോർട്ട് നമ്മളൊരു L ടൈപ്പിൽ അടിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയില്ല. ഗേറ്റ് പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു അസുഖമൊക്കെ വന്നുകൊണ്ട് നമുക്ക് വെയിൽ കൊള്ളാനുള്ളതൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു സൈറ്റിലേക്ക് അധികം വരുന്നതിന്. അപ്പം നമ്മളതുകൊണ്ട് വെയിലൊന്നും കൊള്ളാതെ സൈഡിൽ മാറി നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണിത്. ഫുൾ ടൈം നമുക്കതിനായിട്ട് നിൽക്കാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം കൊണ്ടാണ് വീഡിയോ ലെങ്ത്ത് കുറഞ്ഞത്. നമ്മൾ ഫുള്ളായിട്ട് ഫിറ്റിങ് ആയാലും അതേപോലെ വർക്ക് ചെയ്യുന്ന സെറ്റാക്കുന്നതായാലും ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇനി അതിൻ്റെ ടോപ്പ് വരുന്ന വീല് നമ്മൾ ഇതിന് കണക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതാ സ്ലൈഡിങ് വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. സ്ലൈഡിങ് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ അടുത്തതും കൂടെ സെറ്റാക്കാനുണ്ട്. അടുത്ത ഒരു 1.5 കൂടെ സെറ്റാക്കിയിട്ട് വേണം അടുത്ത വീലും കൂടെ അവിടെ വെക്കാൻ വേണ്ടി. അത് നിലത്തിട്ട് സെറ്റാക്കിയാണ്. അതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന പൈപ്പിൻ്റെ മുകളിലേക്കാണ് ഇതിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളും കൊടുക്കുന്നത്.
മതിലിൻ്റെ പൈപ്പിൻ്റെ മുകളിലേക്ക് അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ എന്തായാലും ഇങ്ങോട്ട് മറിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കുറവാണ് ഗേറ്റ്. അല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ ഒരു ഇത് മാത്രം കൊടുത്താൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് 2 സപ്പോർട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഗേറ്റ് നമ്മൾ പരമാവധി എവിടം വരെയാണ് വരുന്നത് അതിൻ്റെ കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് വിട്ടിട്ടാണ് സപ്പോർട്ട് വെക്കുന്നത്. ഇവിടെ സപ്പോർട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അടിഭാഗത്ത് ഒരുപാട് കമ്പി അടിച്ചിട്ടാണ് സെറ്റാക്കി നിർത്തിയിരിക്കുന്നത് റെയിൽ. അത് നമ്മൾ ആംഗ്ലറിന് പരമാവധി കമ്പി അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നിർത്തി വെച്ചാണ്. ഇനി അതിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ മുകളിൽ കൂടെ വലിയ വണ്ടി കയറ്റാൻ പാടുള്ളൂ. കയറ്റി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. ഹാൻഡിൽ നമ്മളൊരു 1.25 പൈപ്പ് കട്ട് ചെയ്തിട്ടാണ് അകത്തും പുറത്തും ഓരോ ഹാൻഡിൽ സെറ്റാക്കിയത്. ഇപ്പോൾ പെയിൻറ്റ് ടച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെ ഇതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഗേറ്റിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. പല പ്രദേശത്തും പല റേറ്റുകളായിരിക്കും. ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് വ്യത്യാസം വരും. നമ്മൾ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കി വർക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഗേറ്റിൻ്റെ വർക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഉൾഭാഗത്ത് നമ്മൾ ഓടാമ്പലാണ് വെച്ചത്. അതുപോലെ പുറത്ത് ഇവിടെ ഓടാമ്പലാണ് വെക്കുന്നത് ഉൾഭാഗത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. പുറത്ത് സൈഡിൽ ഹാഫ് റൗണ്ട് ഒരു നമ്മളൊരു ത്രികോണം ടൈപ്പിൽ വരുന്ന കുറ്റിയാണ്, അത് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. കാരണം അവിടെ വെക്കുമ്പോൾ തടയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി സീറ്റിംഗ് ആവുന്ന രീതിയിൽ തന്നെ ഗേറ്റ് സെറ്റാക്കിയിട്ടുണ്ട്.